ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും UPSC മെന്റർ മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2026 UPSC സിവിൽ സർവീസ് എക്സാമിനേഷന്റെ ബുക്ക് ലിസ്റ്റ് ആണ്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനു മുന്നേ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫോർ ദ നോട്ടിഫിക്കേഷൻസിനായിട്ട് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കൂടാതെ നോട്ട്സ് ആൻഡ് ഗൈഡൻസ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. ഞാൻ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാം ഐഡിയും എന്ത് ചെയ്തേക്കാം, ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാനായിട്ട് കൂടുതൽ ആൾക്കാരും ശ്രദ്ധിക്കുക. അപ്പം ആദ്യം നമ്മൾ നോക്കേണ്ടത് എന്താണ്, NCERTs ആണ്. അത് ക്ലാസ് 6 തൊട്ട് 12 വരെ വേണമെങ്കിൽ മാത്രം പഠിക്കുക. പിന്നെ പൊളിറ്റിക്ക് വേണ്ടിയിട്ട് ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ലക്ഷ്മികാന്തിന്റെ ടെക്സ്റ്റ് ആണ് പഠിക്കേണ്ടത്. പൊളിറ്റിക്ക് വേണ്ടി ഏതാണ് നോക്കേണ്ടത്, ഇന്ത്യൻ പൊളിറ്റി ബൈ ലക്ഷ്മികാന്ത്. ഗവേണൻസിന് വേണ്ടിയിട്ട് ഗവേണൻസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മികാന്തിന്റെ തന്നെ ടെക്സ്റ്റ് ആണ് പഠിക്കേണ്ടത്. പൊളിറ്റി ലക്ഷ്മികാന്തിന്റെ പഠിക്കുന്നതുകൊണ്ട് ഗവേണൻസും ലക്ഷ്മികാന്തിന്റെ തന്നെ പഠിക്കുന്നതാണ് എന്ത് എപ്പോഴും ബെറ്റർ. ഓർത്തു വെക്കുക, പൊളിറ്റിക്കും ഗവേണൻസിനും ലക്ഷ്മികാന്തിന്റെ തന്നെ ടെക്സ്റ്റുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി എക്കണോമിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ത്യൻ എക്കണോമി ബൈ രമേശ് സിംഗ്. രമേശ് സിംഗിന്റെ ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് പഠിക്കുക. എപ്പോഴും പഠിക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ പഠിക്കാനായിട്ട് നോക്കണം. പിന്നെ ആർട്ട് ആൻഡ് കൾച്ചറിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള നിതിൻ സിൻഹാനിയയുടെ ടെക്സ്റ്റ് വേണം പഠിക്കാനായിട്ട്. പിന്നെ എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിക്ക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ശങ്കർ IAS അക്കാദമിയുടെ ടെക്സ്റ്റ് പഠിക്കുക. ഇനി മോഡേൺ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള സ്പെക്ട്രം പബ്ലിക്കേഷൻസിന്റെ ബുക്ക് പഠിക്കുക. മെഡീവൽ ഹിസ്റ്ററിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള സതീഷ് ചന്ദ്രയുടെ ടെക്സ്റ്റ് പഠിക്കുക. ആൻഷ്യൻ പാസ്റ്റിന് വേണ്ടിയിട്ടാണെങ്കിൽ ഇന്ത്യസ് ആൻഷ്യൻ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള RS ശർമ്മയുടെ ടെക്സ്റ്റ് പഠിക്കുക. പിന്നെ ജിയോഗ്രഫിക്ക് ആണെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള GC ലിയോങ്ങിന്റെ ടെക്സ്റ്റ് ഉണ്ട്, അത് പഠിക്കുക. പിന്നെ CSAT-നാണെങ്കിൽ PYQs നോക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയാം. പിന്നെ വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള RS അഗർവാളിന്റെ ടെക്സ്റ്റ് ഉണ്ട്, അത് വാങ്ങി പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എന്താണ് അനലിറ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞിട്ട് MK പാണ്ഡെയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് വാങ്ങിയിട്ട് പഠിക്കുക. CSAT-ന് ഏതൊക്കെയാണ്, വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് ബൈ RS അഗർവാൾ, അനലിറ്റിക്കൽ റീസണിംഗ് ബൈ MK പാണ്ഡെ. ഈ 2 ടെക്സ്റ്റുകളും പഠിക്കുക. അതുപോലെ തന്നെ PYQs നോക്കുക. പിന്നെ സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ആണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള രവി P അഗ്രഹാരിയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് പഠിക്കുക. അതുപോലെ തന്നെ ഡെവലപ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുള്ള സ്പെക്ട്രം പബ്ലിക്കേഷന്റെ വേറൊരു ടെക്സ്റ്റ് ഉണ്ട്. ഈ 2 ടെക്സ്റ്റുകളാണ് സയൻസ് ആൻഡ് ടെക്നോളജി കൂടുതൽ എല്ലാവരും UPSC ആസ്പിറൻസ് റെഫർ ചെയ്യുന്നത്. പിന്നെ ഇന്റർനാഷണൽ റിലേഷൻസിനായിട്ടാണെങ്കിൽ ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് പവ്നീത് സിംഗിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് വാങ്ങിയിട്ട് പഠിക്കുക. പിന്നെ എന്താണ് ഇന്റർനാഷണൽ റിലേഷൻസിന് കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, അത് നോക്കുക. പിന്നെ ഇന്റേണൽ സെക്യൂരിറ്റിക്ക് ആണെങ്കിൽ എന്താണ് ചലഞ്ചസ് ടു ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അശോക് കുമാർ IPSന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, ആ ടെക്സ്റ്റ് എല്ലാവരും മാക്സിമം വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ എത്തിക്സിനാണെങ്കിൽ എന്താണുള്ളത്, ദ ലെക്സിക്കൺ ഫോർ എത്തിക്സ് ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്, ആ ടെക്സ്റ്റ് വാങ്ങിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ ഇതാണ് ബുക്ക് ലിസ്റ്റ്. ഒന്നുകൂടി പറയാം. NCERTs ഏതെങ്കിലും സബ്ജക്റ്റിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ക്ലാസ് 6 to 12 വരെയുള്ളത് പഠിക്കുക. പിന്നെ പൊളിറ്റിക്കായിട്ട് ലക്ഷ്മികാന്തിന്റെ ഇന്ത്യൻ പൊളിറ്റി എന്ന് പറയുന്ന ടെക്സ്റ്റ് പഠിക്കുക. ഗവേണൻസിനായിട്ട് ഗവേണൻസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ലക്ഷ്മികാന്തിന്റെ തന്നെ ടെക്സ്റ്റ് പഠിക്കുക. എക്കണോമിക് ആയിട്ട് ഇന്ത്യൻ എക്കണോമി എന്ന് പറയുന്ന രമേശ് സിംഗിന്റെ ടെക്സ്റ്റ് പഠിക്കുക. ആർട്ട് ആൻഡ് കൾച്ചറിന് നിതിൻ സിൻഹാനിയയുടെ ഇന്ത്യൻ ആർട്ട് ആൻഡ് കൾച്ചർ എന്ന ടെക്സ്റ്റ് റെഫർ ചെയ്യുക. എൻവയോൺമെന്റ് ആൻഡ് എക്കോളജിക്ക് എൻവയോൺമെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ശങ്കർ IAS അക്കാദമിയുടെ തന്നെ ടെക്സ്റ്റ് പഠിക്കുക. ഇനി മോഡേൺ ഹിസ്റ്ററിക്ക് എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സ്പെക്ട്രം പബ്ലിക്കേഷന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് വാങ്ങുക. മെഡീവൽ ഹിസ്റ്ററിക്ക് ആണെങ്കിൽ ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് സതീഷ് ചന്ദ്രയുടെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആൻഷ്യൻ പാസ്റ്റിനായിട്ട് ഇന്ത്യസ് ആൻഷ്യൻ പാസ്റ്റ് എന്ന് പറഞ്ഞിട്ട് RS ശർമ്മയുടെ ടെക്സ്റ്റ് ഉണ്ട്, അത് 3 വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. മോഡേൺ ഹിസ്റ്ററിക്ക് സ്പെക്ട്രം പബ്ലിക്കേഷന്റെ എ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ടെക്സ്റ്റ്. മെഡീവൽ ഹിസ്റ്ററിക്ക് സതീഷ് ചന്ദ്രയുടെ ഹിസ്റ്ററി ഓഫ് മെഡീവൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു ടെക്സ്റ്റ് വാങ്ങുക. ആൻഷ്യൻ പാസ്റ്റിനായിട്ട് RS ശർമ്മയുടെ ഇന്ത്യസ് ആൻഷ്യൻ പാസ്റ്റ് എന്ന് പറയുന്ന ടെക്സ്റ്റ് വാങ്ങുക. പിന്നെ ജോഗ്രഫിക്ക് സർട്ടിഫിക്കറ്റ് ഫിസിക്കൽ ആൻഡ് ഹ്യൂമൻ ജോഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള GC ലിയോങ്ങിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്, അത് വാങ്ങുക.
സിസാറ്റിന് വേണ്ടിയിട്ട് PYQs നോക്കുക. അതുപോലെ തന്നെ എന്താണ് വെർബൽ ആൻഡ് നോൺ വെർബൽ റീസണിംഗ് എന്ന് പറഞ്ഞിട്ട് RS അഗർവാളിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അത് പറ്റുമെങ്കിൽ വാങ്ങുക. കൂടാതെ അനലിറ്റിക്കൽ റീസണിംഗ് എന്ന് പറഞ്ഞിട്ട് MK പാണ്ഡെയുടെ വേറൊരു ടെക്സ്റ്റ് ഉണ്ട്. ഈ 2 ടെക്സ്റ്റുകളാണ് സിസാറ്റിന് വേണ്ടിയിട്ട് റെഫർ ചെയ്യേണ്ടത്. ഇനി സയൻസ് ആൻഡ് ടെക്നോളജിക്ക് ആണെങ്കിൽ സയൻസ് ആൻഡ് ടെക്നോളജി VP അഗ്രഹാരിയുടെ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഉണ്ട്. അത് വാങ്ങുക. പിന്നെ ഡെവലപ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് സ്പെക്ട്രം പബ്ലിക്കേഷന്റെ വേറൊരു ടെക്സ്റ്റ് ഉണ്ട്. അത് രണ്ടും റെഫർ ചെയ്യുക. ഇന്റർനാഷണൽ റിലേഷൻസിനായിട്ട് ഇന്റർനാഷണൽ റിലേഷൻസ് എന്ന് പറഞ്ഞിട്ട് പവ്നീത് സിംഗിന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അത് റെഫർ ചെയ്യുക. ഇന്റേണൽ സെക്യൂരിറ്റിക്കായിട്ട് ചാലഞ്ചസ് ടു ഇന്റേണൽ സെക്യൂരിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അശോക് കുമാർ IPSന്റെ ഒരു ടെക്സ്റ്റ് ഉണ്ട്. അതും നോക്കുക. ഇന്റർനാഷണൽ റിലേഷൻസിനും ഇന്റേണൽ സെക്യൂരിറ്റിക്കും കറണ്ട് അഫയേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ശ്രദ്ധിക്കുക. പിന്നെ എത്തിക്സിനായിട്ട് ലെക്സിക്കൺ ഫോർ എത്തിക്സ് ഇന്റഗ്രിറ്റി ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് ഉണ്ട്. ആ ടെക്സ്റ്റ് വാങ്ങിയിട്ട് പഠിക്കുക. അപ്പൊ ഇതാണ് ബുക്ക് ലിസ്റ്റ് വരുന്നത്. ബുക്സ് ഒക്കെ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഡിഷൻ തന്നെ വാങ്ങിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നോട്ട്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗൈഡൻസ് അവൈലബിൾ ആണ്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, എന്നെ കോൺടാക്ട് ചെയ്യുക. നോട്ട്സ് പെയ്ഡ് നോട്ട്സ് ആണ്, പക്ഷെ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, ഈ ടെക്സ്റ്റുകളുടെ തന്നെയാണ് നോട്ട്സ് നമ്മൾ പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പൊ നോട്ട്സ് വേണമെന്നുള്ളവർ ഞാൻ ഇൻസ്റ്റാഗ്രാം ID അല്ലെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിന് ഞാൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതുവഴി എന്നെ കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫർദർ നോട്ടിഫിക്കേഷൻസിനായിട്ട് ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക.